ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ആടുജീവിതം എന്നീ സിനിമകളുടെ നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ, ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ 18 ദിവസങ്ങൾ വരെയുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ 35 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 64 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 23 ലക്ഷത്തിന് മുകളിൽ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. സിനിമയ്ക്ക് ഏറ്റവും കളക്ഷൻ കുറവുള്ള ദിവസമായിട്ട് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ മാറുകയാണ്. ഇന്ന് സിനിമയ്ക്ക് 40 ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ 35 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് സിനിമയുടെ കേരള ഗ്രോസും എത്തുന്നതാണ്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ തമിഴ്നാട് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ കാത്തിരുന്ന് 2 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ചക്കിടയിൽ വിശാഖ് വൻ തുക തമിഴ്നാട്ടിൽ വിതരണത്തിനായിട്ട് ചോദിച്ചു എന്ന പേരിൽ വലിയൊരു ട്രോൾ ഏറ്റുവാങ്ങിയ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ 2 കോടി 5 ലക്ഷത്തിലേക്ക് സിനിമ തമിഴ്നാട്ടിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ആടുജീവിതം എന്ന സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പുറത്തു വരുമ്പോൾ വളരെ മികച്ച കളക്ഷൻ സിനിമ തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനെത്തിയ ബ്ലസി സംവിധാനം ചെയ്ത സിനിമയുടെ ഇതുവരെയുള്ള തമിഴ്നാട് ഗ്രോസ് 8 കോടി 20 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്ലോ പേസ് മലയാളം സിനിമയ്ക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും മികച്ച തമിഴ്നാട് കളക്ഷൻ തന്നെയാണ് ആടുജീവിതം തമിഴ്നാട്ടിൽ നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ഞമ്മൽ ബോയ്സ്, പ്രേമലു എന്നീ സിനിമകൾക്ക് ശേഷം നിലവിൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ കൂടിയാണ് ആടുജീവിതം. മലയാളി താരങ്ങളിൽ തമിഴ്നാട്ടിൽ മികച്ചൊരു ഫാൻ ബേസ് ഉള്ളൊരു നടനാണല്ലോ ഫഹദ് ഫാസിൽ. ഫഹദിന്റെ ആവേശം എന്ന സിനിമയും തമിഴ്നാട്ടിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഒപ്പം ഇപ്പോഴും സിനിമ മികച്ച കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ 7 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ തമിഴ് ഡബ് കൂടി റിലീസ് ചെയ്തിരുന്നെങ്കിൽ വമ്പൻ കളക്ഷനിലേക്ക് ആവേശം എന്ന സിനിമ പോകാനുള്ള എല്ലാവിധ സ്കോപ്പുമുണ്ട്. ഒരു പക്ഷേ ഗില്ലി റിലീസ് എല്ലാം തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ 10 കോടി രൂപയ്ക്ക് മുകളിൽ ആവേശം തമിഴ്നാട് കളക്ഷൻ വന്നേനെ. എത്രയും പെട്ടെന്ന് ആ 10 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാത്തിരിക്കൂ ആവേശം എന്ന സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.